അപ്പോൾ നമുക്കിന്ന് ചിക്കൻ മാവിൽ മുക്കിയിട്ട് പൊരിക്കുന്ന ഒരു സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാം. റംളാനല്ലേ, അപ്പോൾ എന്നും ഓരോ ഐറ്റംസ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്ന് ചിക്കൻ ഇട്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് ചിക്കൻ എടുത്ത് ഒരു ബൗളിലിട്ടെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നല്ലൊന്ന് മിക്സ് ചെയ്ത് തരാം. മിക്സ് ചെയ്ത ചിക്കൻ നമുക്ക് പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിരുന്ന് വേവിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച മിക്സിൻ്റെ ജാറിൽ കണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അതാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത്. ഇനി ഈ വെള്ളം വറ്റിക്കൂല. ഈ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വേറൊരു പാത്രത്തേക്ക് മാറ്റാം. ആ വെള്ളത്തിലാണ് നമ്മൾ മാവ് അരച്ചെടുക്കൽ. പിന്നെ മാവ് റെഡിയാക്കട്ടെ നമുക്ക്. അതിന് വേണ്ടി വലിയ ജീരകം, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, പിന്നെ മല്ലിയില, പിന്നെ വേണ്ടത് മൈദ. ഞാൻ കണക്കുകളൊന്നും പറയണില്ല കേട്ടോ. നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് മാവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. മിക്സിൻ്റെ ചാറെടുത്ത് 2 പാത്രം മൈദ ഇട്ടെടുത്ത് ഇനി വേണ്ടത് നമ്മളെ പച്ചമുളക്, വലിയ ജീരകം, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഇട്ടെടുക്കുക. പിന്നെ വേണ്ടത് മല്ലിയില കുറച്ച് അധികം ഇട്ടുകൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടുകയാണ് കേട്ടോ. പിന്നെ മാവിന് നല്ല പച്ച കളറും കിട്ടും. പിന്നെ നമ്മളെ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അതാണ് ഒഴിച്ച് കൊടുക്കണത്. ഉപ്പ് നോക്കിയിടുക, ചിക്കനിൽ ഉപ്പുണ്ട്. ഞാൻ അരച്ചിട്ട് തരാം. അങ്ങനെ മാവ് അരച്ചിട്ടുണ്ട്. ഇനി വലിയൊരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കണത്. ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു പകുതി അതൊന്നിങ്ങനെ കൈകൊണ്ട് പൊടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. ഇനി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടെ കറക്കിയെടുത്ത് തരാം. അങ്ങനെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പത്ത് വെക്കുക. ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നും മാവിലിടുക, മുക്കുക, പൊരിക്കുക. അങ്ങനെ ഓരോ ചിക്കൻ പീസുകളും മാവിൽ മുക്കി പൊരിക്കുക. ഞാൻ ചട്ടിയിൽ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് നമ്മൾ കുറേ എണ്ണ എടുത്തിട്ട് ബാക്കിയായിട്ട് വീണ്ടും പിറ്റേന്ന് തന്നെ അത് ചൂടാക്കി അങ്ങനെ ചൂടാക്കണേക്കാൾ നല്ലത് നമ്മൾ എണ്ണ കഴിയുന്നതിനനുസരിച്ചിട്ട് കുറേശ്ശെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. ചിക്കനല്ലേ, പിന്നെ പറയും വേണ്ട, നല്ല ടേസ്റ്റാണ്. അടിപൊളി സ്നാക്സാണ് കേട്ടോ. കണ്ട, അടിപൊളിയല്ലേ?